ചൂടല്ലേ? എന്തായാലും പോയാലും ശരിയായില്ല. വെള്ളത്തെ കുടിക്കാനായിട്ട് ഫോണെത്തി. അമ്മേ, എന്റെ ഫോൺ ഞാൻ ഇവിടെ ചാർജിന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കാണുന്നില്ലല്ലോ. ഇത് ഞാൻ അടച്ചിട്ടില്ലേ? ഇവിടെ സാരിയെല്ലാം ഉണ്ടായ അമ്മ, ഞാൻ എന്റെ മാല ഇവിടെ വെച്ചിട്ടുണ്ടായില്ല. അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അമ്മ എടുത്തിട്ടില്ല. അമ്മ തുറന്നിട്ടില്ല മോളെ. അമ്മ, ഞാനെന്റെ താലിമാല ഊരി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഇവിടെ സാരി, പുതിയ സാരി ഉണ്ടായില്ല ചേച്ചി കൊണ്ട് തന്നെ. ഞാൻ മുറി തുറന്നിട്ടില്ല മോളെ. എന്താണ് ഞാൻ എന്റെ മാല ഒന്നും കാണുന്നില്ല, അവിടെ ഫോണില്ല. നീ എന്തിക്കണം ഒച്ചപ്പാട്? അവിടെ ഉണ്ടാവും, നോക്കും ഞാൻ താലിമാല ഇടാണ്ട പോയത്, ഇവിടെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും നോക്കടി. എന്താണ് ഞാൻ അലമാരി മൊത്തം നോക്കി, ഇവിടെ ഇല്ല. അവിടെ പോരാ ഫോൺ ഞാൻ അവിടെ ചാർജിന് വെച്ചിട്ടുണ്ടായിരുന്നു. മാല ഉണ്ടായ അലമാരി ചേച്ചി അന്ന് സാരി ഒന്നും കാണുന്നില്ല. ഇവിടെ ആരാ വന്നേ അമ്മേ? ആരാ വന്നേ ഇവിടെ? ആരും വന്നില്ല മോനെ. നമ്മള് പോയ പിന്നെ ആരും വേറെ ആരും ഒരു വന്നില്ല. പെണ്ണ് വന്നിട്ടുണ്ടായി. കുപ്പിയും പാട്ടയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് മാത്രം. കുപ്പിയും പാട്ടം പിറക്കുന്നത് ഒരു പെണ്ണ് മാത്രം വന്ന്. എന്നിട്ട് അവരകത്ത് കണ്ട? അവരകത്തൊന്നും കേറിയില്ല. അവരൊരാളെ ഉണ്ടായിട്ടുള്ളൂ, ഒരു പെണ്ണ് മാത്രം ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ അവരുടെ പുറകെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. വാതിലടച്ചിട്ടുണ്ടായിരുന്നു. വാതിലടച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ അവരെ കൂടെ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. എന്നിട്ട് എങ്ങോട്ടാ പോയത് അവരെന്തിപ്പോ? ഒന്നും പറയണ്ട അച്ഛ. ഇവിടെ ആരോ പിറക്കാനോ എന്തിനോ വന്ന് എന്തോ സാധനങ്ങളൊക്കെ എടുത്ത് പോയി തോന്നുന്നു. മാലയൊന്നും കാണില്ല ഇപ്പൊ. മാലയും ഫോണൊന്നും കാണാനില്ല. വേണ്ട ആര് വന്നതല്ല, അത് പിറക്കാൻ ആരോ വന്നതൊക്കെ പറയുന്നുണ്ട്. കുപ്പിയൊക്കെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവര് എന്റെ കൂടെ വന്ന് അവരുടെ കൂടെ ഞാനും അങ്ങോട്ട് പോയി. ഒറ്റക്കുണ്ടായിരുന്നു. വായലോർന്ന് അതിലെ പോയി. അതിപ്പോ എങ്ങോട്ടാ പോയത്? പണ്ടേ പറയില്ലേ വായലോണ്ട് കളിക്കരുതെന്ന്. എങ്ങോട്ടാ പോയത്? അവിടെ ഇങ്ങോട്ടാണ് പോയത്. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. അവിടെ നിൽക്ക്. പറയാറില്ലേ, പണ്ട് വേണമെങ്കിൽ വാതിലടച്ച് അമ്മയും മോളും കണക്കായിരുന്നു. വാതിലടച്ചിട്ട് പുറ കേൾക്കൂല്ലെങ്കിൽ ആര് വന്നാലും വാതിലോട്ട് അടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങണം. ഞാൻ അവര് വന്ന് തുറന്നു. അവരെ ഒരാളാണോ ചിലപ്പോ 10 ആളൊക്കെ വരും. ആള് ജീവൻ പോകാനത് ഭാഗ്യം. സ്വർണ്ണലേ പോയുള്ളൂ, അത് പോട്ടെ. ജീവൻ പോയില്ല, ആള് ബാക്കിയുണ്ടല്ല. അത് മതി. ബെല്ലടിച്ചപ്പോ ഞാൻ തുറന്നു കൊടുത്ത്. ആരാണെന്ന് ബെല്ലടിക്കാൻ തുറന്നു കൊടുത്തോ? ഹലോ എടാ സുധി, നീ എവിടെ ഉള്ളത്? എടാ ഒന്ന് വേറെ റോഡിലേക്ക് വാ, ചെറിയൊരു കാര്യമുണ്ട്. വന്നിട്ട് വേഗം റോഡിലേക്ക് വാ. ബെല്ലടിക്കുമ്പോ തുറന്നു. ഞാൻ പണ്ടേ പറയില്ലേ ഈ പണിക്ക് നിൽക്കല്ലേന്ന്. മുമ്പോടേക്ക് പറയലുണ്ടല്ലോ, ആര് വന്നാലും പാല് ഉറക്ക, പുറത്തോട്ട് അടച്ചിട്ടേ പോണം. ഇത് തുറന്ന് മാറ്റിയിടും എപ്പോ നോക്കിയാലും. ഇവരാടെ ഇങ്ങോട്ട് പോകുന്നു, രണ്ടാളും കൂടിയിട്ട്. അങ്ങോട്ട് വീടൊന്നുമില്ലല്ലോ. പാട്ട പറക്കണ പെണ്ണുങ്ങളിലാണെന്ന് തോന്നുന്നുണ്ട്. ഇതിലൊന്നും പോയിട്ടില്ല. നോക്കട്ടെ.
പ്രതിയോട്ടാ പിന്നെ ഒരു പാട്ട് പറക്കുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ പോകുന്ന രണ്ടുപേരും അങ്ങോട്ട് പോകുന്നുണ്ട്. രണ്ടുപേരാ രണ്ടുപേരും മനസ്സിലാക്കിട്ട് വീട്ടിൽ നിന്ന് ഒന്നിട്ട് സാധനം കാണാനില്ല. വണ്ടിയുടെ നടക്കാൻ കൊണ്ടുപോകാം. കുറെ സാധനം പോയിട്ടില്ല. ഒന്നും അറിയില്ല. അമ്മ മാത്രം ഉണ്ടായിട്ടുള്ള വീട്ടിൽ നോക്കാലോ. जाएगा अभी नहीं, रात में जाएगा. എവിടെയാ പോകുന്നത്? സാധനം അടിച്ചു മാറിക്കൊണ്ട് പോലീസ് വിളിക്കും. പോലീസ് വിളിക്കും. കാലൊന്നും പിടിക്കണ്ട. ഒരു പച്ചയില്ല. പച്ച ഭർത്താവൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഇങ്ങനെ കക്കാൻ നടക്കണ വീട്ടിൽ കയറിയിട്ട് അമ്മ മാത്രമുള്ള വീട്ടിൽ കയറിയിട്ട് ചാക്കിൽ സാധനങ്ങളൊക്കെ ഉണ്ട്. നോക്കി എല്ലാം ഉണ്ടാ. എന്തെല്ലാം എടുത്ത വീട്ടിൽ നിന്ന് എന്തെല്ലാം എടുത്തേ പെണ്ണുങ്ങളായി ആട്ടിച്ചിട്ട് അല്ലെങ്കിൽ കാരണം വിളിച്ചാനെ ഒരു മാപ്പൂല സാധനം കൊണ്ടാ എവിടേക്കാ പോണേ? ഇവിടെ എവിടെയാന്ന് പോകാൻ പറ്റുന്നത്? സാധനം എടുക്കും. എടുത്തുമ്പോ സാധനങ്ങൾ എവിടെ? സാധനങ്ങളോടെ ഫോണെവിടെ? ഒരു സുഖൂല. സുഖൂല. വന്നോ വന്നോ നടന്നോ 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 പോലീസ് സ്റ്റേഷൻ നാട്ടിൽ നിന്ന് വന്നോണ്ട് കട്ട് മോഷ്ടിച്ച് കൊണ്ടുപോകുന്നല്ലേ? എന്ത് ബിസിനസ്സിലാണ് നമ്മൾ ഇവിടെ നാട്ടിൽ നടത്തുക? നടക്കങ്ങോട്ട് കൈയോടെ ഒന്നും പറയണെങ്കിൽ വീട്ടിൽ നിന്ന് സാധനം എടുത്തിട്ട് പോയിട്ടുള്ളത് കംപ്ലീറ്റ് സാധനം എന്തെല്ലാം മാലയും ഫോണൊക്കെ പെണ്ണായി പോയി. അതിനെ പറയുന്നത് എന്താ ചെയ്യേണ്ടത്? നമുക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റില്ല ബിസിനസ് ഇട്ട്? പോലീസ് വിളിച്ചു. പോലീസ് വിളിച്ച് അതന്നെ എന്താ വേണ്ട? ഒരു പരിധിവരെ നമ്മൾ മലയാളികൾ അറിഞ്ഞോ അറിയാതെയോ ഇവർക്ക് കുറ്റകൃത്യങ്ങൾക്ക് വഴിയൊരുക്കി കൊടുക്കുന്നുണ്ട്. കൊച്ചുകുട്ടികളുമായി ഭിക്ഷാടനത്തിന് വരുമ്പോൾ സഹതാപത്തിന്റെ പേരിൽ അവർക്ക് പണം നൽകുക, കുപ്പി പാട്ട പെറുക്കാൻ വരുന്നവരെ വിശ്വസിച്ച് വീട്ടുകോമ്പൗണ്ടിനുള്ളിൽ കയറ്റുക. ഇതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോക്കടക്കം പല അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അസുഖം വന്ന് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ അസുഖം വരാതെ നോക്കുന്നത്? ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.